യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ മഹത്വം കൊടുക്കുവാനായി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് കരം ചേർത്തടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ ഉള്ള ആരാധന ഉയരട്ടെ. എല്ലാവരും ശക്തിയോടുകൂടെ. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ ഞങ്ങൾക്ക് നാണക്കേടില്ല അന്യഭാഷ പറയുന്നതിൽ. അവൻ സ്വർഗത്തിന്റെ ഭാഷ അന്യഭാഷ. ഹല്ലേലൂയ. സ്തുതി സ്തോത്രം എന്നത് ഒരുപക്ഷെ ലോട്ടറി എന്ന് പലർക്കും തോന്നിയെന്ന് വരാം, പക്ഷേ ദൈവമക്കൾക്ക് അത് രക്ഷയുടെ ഭാഷയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇത്രയധികം ദൈവഭൃത്യന്മാരുടെ മധ്യത്തിൽ ദൈവമക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരു അവസരം നൽകിയത് കഴിവല്ല, കൃപയാണെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആരും കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഒരൊറ്റ കൃപ കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ മനോഹരമായൊരു വാക്യം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആമേൻ. പുസ്തകം കയ്യിലെടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിലൂടെ ഒന്ന് വായിച്ചിട്ട്. റോമർ 14:17 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണമല്ല, പാനീയമല്ല. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ എടുത്തു നിരത്തി വെച്ചാലും ദൈവത്തിന്റെ വചനം പറയാ ദൈവരാജ്യം എന്ന് പറയുന്ന അതൊന്നുമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷവും നീതിയും സമാധാനമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 1-2 വാക്യങ്ങൾ ആമേൻ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം. സങ്കീർത്തനങ്ങൾ 16:11 നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഒരു വാക്യം കൂടെ പങ്കുവെച്ചോട്ടെ. സങ്കീർത്തനങ്ങൾ 68:3 എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക, അതെ അവർ സന്തോഷിച്ച് ആനന്ദിക്കുമെന്ന്. ഹല്ലേലൂയ. അവൻ നമുക്ക് സന്തോഷിക്കാൻ മദ്യം വേണ്ട. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ ലഹരി വേണ്ട എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറയാമോ? അവൻ നമുക്ക് സന്തോഷിക്കാൻ ക്ലബ്ബ് വേണ്ട, DJ പാർട്ടി വേണ്ട. യേശുവിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒന്ന് മതി. ആമേൻ. ജനം സന്തോഷിക്കും. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്നാ പറയുന്നേ. 2023 നവംബർ മാസത്തില് ആശുപത്രി കിടക്കയിൽ ഡെങ്കു ബാധിച്ച് ആന്തരിക അവയവങ്ങളെല്ലാം ബാധിച്ചു. H1AC എന്ന് പറയുന്ന ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന, അതായത് 3 മാസത്തെ ആവറേജ് എടുക്കുന്ന ടെസ്റ്റ് നടത്തിയപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു. അതോടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് മനസ്സിൽ കരുതിയപ്പോഴും എൻ്റെ മനസ്സെന്നെ കൈവിട്ടപ്പോഴും എന്നെ കൈവിടാതെ വണ്ണ ആശുപത്രി കിടക്കയിൽ തേടി വന്നൊരു ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചപ്പോൾ ആ ദൈവത്തിൽ നിന്ന്, ആ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഉയർന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് ഒതുക്കി വെക്കാൻ പറ്റിയില്ല. മോണിറ്റർ കുറച്ചും കൂടെ ഒന്ന് തരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ പ്രൈസ് എന്ന് പറയുന്ന എലവേഷൻ വർഷിപ്പ് US-ലുള്ള ഒരു ക്രിസ്ത്യൻ ബാൻഡാണ്. അവരുടെ പാട്ട്, എനിക്ക് ഈ ഫാസ്റ്റ് പാട്ടുകൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഈ അടിച്ചുപൊളി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്കിവിടെ ഇപ്പോൾ പാടിയ പരിശുദ്ധൻ മഹോന്നത ദൈവൻ, അതിലെ ആ കോറസ് ഒക്കെ പാടുമ്പോൾ രോമാഞ്ചമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അന്ന് യാദൃച്ഛ്യമായിട്ട് എൻ്റെ ഉള്ളിലൊരു പ്രേരണ കിട്ടുന്നു, ഈ പാട്ടൊന്ന് കേൾക്ക്. എനിക്ക് ഈ പാട്ടുള്ള കാര്യം അറിയാം, പക്ഷെ എനിക്ക് കേൾക്കുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആശുപത്രി കിടക്കയിലിരുന്നു കൊണ്ട് ഞാനത് കേൾക്കുന്നു. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, കാരണം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഫുള്ള് കിടപ്പാ. ഹല്ലേലൂയ. ഹാർട്ട് റേറ്റ് കുറവാ, 70-ന് താഴെയാ. പ്ലേറ്റ്ലെറ്റ് കൗണ്ടും 40,000-ന് താഴെ പോയിരിക്കുക. മൊത്തത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോഴും ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു. കാരണം എനിക്കൊന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഞാൻ അന്ന് ഓൺലൈൻ ഞങ്ങളുടെ ചർച്ചിലെ സർവീസ് അറ്റൻഡ് ചെയ്യാറ്. ഞാൻ നോക്കിയപ്പോൾ 70-60 വയസ്സുള്ള അമ്മച്ചിമാർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. സ്ഥലം മറന്നു ദൈവത്തെ ആരാധിക്കാൻ കണ്ടപ്പോൾ എനിക്കൊരു അസൂയ തോന്നിയിട്ട് ഞാൻ കർത്താവിനോട്, വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം ഉള്ളതുപോലെ ഞാൻ ദൈവത്തോട് പിറുപിറുത്തു, കർത്താവേ എനിക്ക് വയസ്സ് 20-something ആയുള്ളൂ, പക്ഷേ കർത്താവ് ഞാൻ ഇതവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക, പക്ഷേ അമ്മച്ചിമാർ ഇവിടെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദിനെ പോലെ പൂർണ്ണ ശക്തിയിൽ എൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ
ഉയർത്തുവാൻ, എനിക്ക് ആരാധിക്കുവാൻ ഒരവസരം തരണമെന്ന് പ്രാർത്ഥിച്ച അന്ന് മുതൽ എൻ്റെ ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആഴ്ചകൾ കൊണ്ട് വ്യത്യാസം വരാതിരുന്ന സ്ഥാനത്ത് ആരാധിക്കുവാൻ ഒരുവൻ മനസ്സ് കാണിച്ചപ്പോൾ സ്വർഗം തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് ആരാധിക്കുവാനെ കൊതിയുള്ളവരുണ്ടോ? ആരാധിക്കുവാൻ ഉന്മേഷമുള്ളവരുണ്ടോ? ആരാധിക്കുവാൻ ദാഹിക്കുകയും വിശക്കുന്നവരുണ്ടോ? നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ സ്വർഗത്തിലൊരപ്പൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. അന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയ പാട്ടാണ് സ്തുതി. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. ഇന്നലെ വരെ 9 ലക്ഷത്തി സംതിങ് പേര് അത് യൂട്യൂബിൽ കേട്ടുള്ളൂ. ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ 1 മില്യൺ, 10 ലക്ഷം പേര് ആ സോങ് ഇന്ന് കേട്ടിരിക്കുക. ഹല്ലേലൂയ. ഹലാലിന് വേണ്ടി ദൈവം ഒരുക്കിയതാ 1 മില്യൺ. പ്രൈസ് ഗോഡ്. പാട്ട് പഠിച്ചിട്ടില്ല. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന അതുപോലും കീബോർഡിൽ വായിക്കാൻ അറിയത്തില്ല. പാട്ട് പഠിക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പാട്ട് ഉണ്ടാക്കണമെന്ന് പണ്ട് ഒത്തിരി ആഗ്രഹമാണ്. പക്ഷെ ഞാൻ കളഞ്ഞതാ, കാരണം നടക്കത്തില്ല. ഗിറ്റാർ പഠിക്കാൻ പോയപ്പോൾ കൈ ഭയങ്കര വേദന. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പോലും പഠിപ്പിക്കുന്നത് സരിഗമ പഠിച്ച് മടുത്തു. അതുകൊണ്ട് എല്ലാം പകുതി വഴിക്കിച്ചു വിട്ടു. പക്ഷേ ദൈവം നീതിമാന്റെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെ മറക്കാത്തവൻ, അത് നടത്തി തരുന്ന ഒരു ദൈവമാണ്. ഞാൻ മറന്നു, പക്ഷെ എൻ്റെ ദൈവം മറന്നില്ല. ഒരു ആശുപത്രിക്കകത്ത് കയറ്റിയിട്ടാണെങ്കിൽ ദൈവം എന്നെ പാട്ടുണ്ടാക്കുന്നവനാക്കി തീർത്തു. പാട്ട് പഠിക്കാത്ത ഞാൻ ഇറക്കിയ പാട്ട് ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ 80 ലക്ഷത്തോളം വ്യക്തികൾ കേട്ടോ, യൂട്യൂബിൽ 10 ലക്ഷം പേര് കേട്ടോ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അഭിഷേകം ഒരുവന്റെ മേൽ കടന്നു വന്നാൽ നമ്മൾ ബിഗ് സീറോയാ, പക്ഷെ ദൈവം വലിയവനാ. ഹല്ലേലൂയ. നമ്മൾ ആരും ഒന്നുമല്ല, ബിഗ് സീറോയാ, പക്ഷെ ദൈവം വലിയവൻ, അവൻ ഉന്നതനാ. ആമേൻ. അങ്ങനെയെങ്കിലും ഒന്ന് ചാടി എഴുന്നേൽക്കാം. നമുക്ക് ആ ദൈവത്തെ സ്തുതി എന്ന ഗാനം പാടി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പാട്ടിൻ്റെ വരികളൊക്കെ വളരെ സിമ്പിളാണ്. കുറച്ച് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളം വലിയ പിടിയില്ല. അപ്പോൾ ഉള്ള മലയാളത്തിലൊക്കെ എഴുതിയ പാട്ടാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഞങ്ങളുടെ തലമുറക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് സ്തുതി. നമുക്ക് ആ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തുതി. ശക്തിയോടെ കരം ചേർത്തടിച്ച ആ ദൈവത്തിന് ഒരിക്കൽ കൊണ്ടുവന്ന് മഹത്വം കൊടുക്കാവോ? ശക്തിയോടെ. ഹല്ലേലൂയ. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും, കൂട്ടത്തിൽ സ്തുതിക്കും, ഒറ്റയ്ക്കും സ്തുതിക്കും. കാരണം ശത്രുവിനെ മുക്കും പെരുവെള്ളമത്രേ എന്റെ സ്തുതി. എന്നിൽ ജീവനുള്ള നാടെല്ലാം സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. തോന്നുമ്പോൾ സ്തുതിക്കും, തോന്നാത്തപ്പോഴും സ്തുതിക്കും. എല്ലാ നാളും തോന്നണമെന്നില്ല, പക്ഷെ എങ്കിലും സ്തുതിക്കും. എല്ലാ നാളും സ്തുതിക്കും, അങ്ങിപ്പോഴും പ്രവർത്തിക്കുന്നു. സ്തുതി വെറും ശബ്ദമല്ല, സ്തുതി എന്റെ ആയുധം. യെരിഹോ മതിൽ തകർക്കും അപ്പിൻ ശക്തി അത്ര എന്റെ സ്തുതി. എന്നിൽ ജീവനുള്ള നാളെല്ലാം സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. പ്രഖ്യാപിക്കാമോ? ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും. എങ്ങനെ ഞാൻ മറക്കാൻ പറ്റത്തില്ല. മിണ്ടാതിരിക്കില്ല, ദൈവം എങ്ങനെ ഞാൻ മറക്കും. സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. പരമധികാരിയെ സ്തുതിക്കുന്നേ, വാഴുന്നോനെ സ്തുതിക്കും, മരണത്തെ ജയിച്ചെഴുന്നേറ്റോനെ സ്തുതിക്കുന്നേ.
വിശ്വസ്തനെ സ്തുതിക്കുന്നു, സത്യവാനെ സ്തുതിക്കുന്നു, അങ്ങേപ്പോൾ ശേഷം വേറാരുമില്ലേ. പരമധികാരിയെ സ്തുതിക്കുന്നേ, വാഴുന്നവനെ സ്തുതിക്കുന്നു, മരണത്തെ ജയിച്ചെഴുന്നേറ്റോനെ സ്തുതിക്കുന്നേ. ഓ വിശ്വസ്തനെ സ്തുതിക്കുന്നു, സത്യവാനെ സ്തുതിക്കുന്നു, അങ്ങേപ്പോൾ ശ്രേഷ്ഠൻ സ്തുതി ചെയ്യുക മനമേ, സ്തുതി ചെയ്യുക മനമേ, സ്തുതി ചെയ്യുക മനമേ, സ്തുതി ചെയ്യുക മനമേ, സ്തുതി പ്രഖ്യാപിക്കാമോ? ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറയ്ക്കും. ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ മിണ്ടാതിരിക്കില്ല. ഓ ദൈവം ജീവിക്കും, എങ്ങനെ പ്രഖ്യാപിക്കാമോ? ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും, എങ്ങനെ ഞാൻ മറയ്ക്കും. സ്തുതി ചെയ്യുക മനമേ, സ്തുതി ചെയ്യുക മനമേ, സ്തുതി ചെയ്യുക മനമേ, സ്തുതി ചെയ്യുക മനമേ, സ്തുതി ശക്തിയോടെ കരം ചേർന്നടിച്ച് പ്രഖ്യാപിക്കാൻ പോവാ വചനത്തെ. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. ആ കരമുയർത്തി ഒന്ന് പ്രഖ്യാപിക്കാവോ? 150 സങ്കീർത്തനം. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ. Come on. ഓ ശക്തിയോടെ കരത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? Hallelujah, hallelujah, hallelujah. Glory to Jesus. പരപര ശക്തിയോടെ ഒന്ന് കരം ചേർന്നിട്ട് ജീവനുള്ളവരെല്ലാവരും ജീവനെന്ന് പ്രകടമാക്കിയാണ്. യെസ്, ജീവൻ നൽകിയ ദൈവത്തെ ഓർത്ത്, ജീവൻ നൽകിയ ദൈവത്തെ ഓർത്ത്. ആരോഗ്യം മിടുക്കല്ല, ആരോഗ്യം കഴിവല്ല, ദൈവത്തിന്റെ കാരുണ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ആശുപത്രിയിലൊക്കെ ഒത്തിരി പേര് കിടക്കുകയാണ്, നല്ല ഡയറ്റ് നോക്കിയിട്ടും എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചുറുചുറുപ്പുള്ള ശരീരത്തോടെ നിൽക്കുന്നത് ഒരു സ്വർഗത്തിലെ അപ്പൻ നമ്മെ കരുതിയത് കൊണ്ട് മാത്രമെന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൊണ്ട് ശക്തിയോടെ ചേർത്തടിച്ച് ആ നല്ല ദൈവത്തിന് മഹത്വം, 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 മഹത്വം പിതാവേ. We love you, Jesus. Hallelujah.